ഓണം വിപണിയാണ് ലക്ഷ്യം വെച്ചുള്ള പാവൽ കൃഷിയാണിത്. ഓണം വിപണി ലക്ഷ്യം വെച്ച് പാവൽ കൃഷി ഇപ്പോൾ ഒരു മാസം പൂർത്തിയായിരിക്കുന്ന പാവൽ കൃഷിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ടോ? പെട്ടെന്ന് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ചില പ്രശ്നങ്ങൾ ഒക്കെ ഇതിനുണ്ട്. അപ്പോൾ ഇത് ഓണം വിപണിക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഓണം ഏകദേശമൊക്കെ ആയി വരുന്നു. ഇപ്പോൾ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഓണത്തിൻ്റെ വിപണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് വിളവൊക്കെ ആയിരിക്കും. അപ്പോഴാണ് ഇതിനൊരു പ്രശ്നം പറ്റിയത്. അപ്പോൾ പടവലത്തിൽ പാവലിലും ഒക്കെ സാധാരണമായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിൻ്റെ സിംറ്റം കാണിച്ചു തരാം. ഇപ്പം തുടക്കം സ്റ്റേജ് തൊട്ട് ഞാൻ കാണിച്ചു തരാം. തുടക്കം ഇതുപോലെ നമുക്ക് ഒരു മഞ്ഞ പുള്ളിക്കുത്ത് കാണുന്നുണ്ടോ? ഇതാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ. ഇതിനകത്തിൽ വരുന്നത് ഫംഗസ് രോഗമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വരുന്നത് ഇതുപോലെ ഇങ്ങനെ വരും. ഇങ്ങനെ ചെറുതായിട്ട് പാട് വരും, മഞ്ഞ പാട് വരും. ക്രമേണ പാട് ഇതിൽ കൂടി വരികയും കൂടി വന്നിട്ട് അപ്പോൾ കൂടി വരുന്നൊരവസ്ഥ ഞാൻ കാണിച്ചു തരാം. കൂടി വരുമ്പോഴത്തേക്ക് ഈ അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? കൂടി കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്താം. മഞ്ഞപ്പുള്ളി കൂടി വന്നിട്ട് ഈ അവസ്ഥയിലേക്ക് എത്തും. ഇത് ശരിക്കും ഇതിനകത്തിൽ ഒരു ഡൗണി മിൽഡി എന്നും പറഞ്ഞൊരു അസുഖമാണിത്. ഇത് ഫംഗസ് ബാധയാണിത്. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഇതിൻ്റെ തുടക്ക സമയത്ത് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്യൂഡോമോണാസ് വെച്ചിട്ടൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ഇതുപോലെ ഈ മഞ്ഞപ്പാട് കണ്ടോ? അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈ മഞ്ഞപ്പാട് വന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് ഇലയിൽ കാണാൻ തുടങ്ങുന്ന സമയത്തെ നമ്മൾ ഇതിൽ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൈമറി സ്റ്റേജ്, തുടങ്ങുന്ന സ്റ്റേജ് ഇതാണ്. അപ്പോൾ ഈ നിറവ്യത്യാസം കണ്ടോ? അപ്പോൾ ഈ നിറവ്യത്യാസമൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രം ഈ ചെറിയൊരു നിറവ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? ആ നിറവ്യത്യാസം വരുമ്പോഴത്തേക്കും നമ്മൾ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഫലപ്രദമായിട്ട് ആ സമയത്താണെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ അതിലേക്ക് മാറി മഞ്ഞപ്പുള്ളിക്കുത്ത് ഇതേ ആകൃതിയിലേക്ക് വരാനും അത് വ്യാപിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്യാൻ പാടില്ല. അപ്പോഴിത് കൂടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ മാംഗോ സബ് നമുക്ക് ഫംഗിസൈഡ് വാങ്ങിക്കാൻ കിട്ടും. മാംഗോ സബ് വാങ്ങിച്ചതിന് ശേഷം 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നിറയെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും നന്നായിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒപ്പം തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇതാണ് ഈ അവസ്ഥയൊക്കെ എത്തിപ്പോവും കൂടി വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഒരു അവസ്ഥ എത്തണം വരെ നമ്മൾ നിൽക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 15 ഡേയ്സ് 15 ദിവസം ഇടവിട്ട് നമ്മൾ 2 തവണ മാംഗോ സബ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോഴിനി അതിലും പറ്റുന്നില്ലെങ്കിൽ അല്പം കൂടെ ഒരു ഡോസ് കൂടി ഒരു ഫംഗിസൈഡ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ റിവൈവ് എന്ന് പറയും. ആ റിവൈവ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ റിവൈവ് 2 ഗ്രാം 3 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരവും നമുക്കിത് 100% ഇത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു 14 ദിവസം ഇട്ട്, അതായത് 2 ആഴ്ച ഇടവിട്ട് ഒരു തവണ വീതം നമ്മളിത് റിവൈവ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലേ ഇത് മാറത്തുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. വളരെ ക്രോപ്പ് ലോസ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണിത്. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഉറപ്പായും ഇതിന് മരുന്ന് ചെയ്ത് കൊടുക്കണം. അതിലൊരു താമസം വരുത്താൻ പാടില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പടവലിൻ്റെ ഒരു മേജർ പ്രശ്നം നമ്മൾ മനസ്സിലായല്ലോ. ഇത് ഡൗണി മിൽഡി എന്ന് പറയും, മൃദുരോമ പൂപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ അനുവദിക്കാൻ പാടില്ല. നമ്മളപ്പോഴേ തന്നെ ഇതിന് വേണ്ട ഇത്തരം മാർഗ്ഗങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത എല്ലാവർക്കും ഓണം പച്ചക്കറി കൃഷി നല്ല വിളവ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.